ഡോക്ടറിന്റെ വൈഫും ഷെന്നിനെ കാണുമ്പോഴത്തേക്കും മറ്റൊരാളായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ലുവിന്റെ വിവാഹമൊക്കെ നടത്തുവാനായിട്ട് വന്ന ആളാണോ നീ എന്നൊക്കെ ഷെന്നിനോടും അവർ ചോദിക്കുന്നു. അതേ എന്നൊരു മറുപടിയൊക്കെ ഷെൻ പറയുമ്പോഴത്തേക്കും അവരും ഷെന്നിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോവുകയാണ്. അവരുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഷെന്നിനെ അവർ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അലമാരയ്ക്കുള്ളിൽ വെക്കുന്നതാണെങ്കിൽ പോലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഏതോ ഒരു കള്ളനൊക്കെ കേറാറുണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് വെക്കുന്ന പല ഡ്രസ്സും കാണാതെയൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാളത്തെ വിവാഹത്തിന് ഇടുവാനായിട്ട് തയ്യാറാക്കി വെച്ച ഡ്രസ്സൊക്കെ തപ്പുകയായിരുന്നു ആ ഒരു സ്ത്രീയും. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് തന്റെ ഡ്രസ്സ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ കൂടി ബഹളമൊക്കെ വെക്കുന്നു. ഈ ഒരു സമയത്ത് അവരെ ഒന്ന് കൂളാക്കുവാനായിട്ട് ഷെന്നും അലമാരയ്ക്കുള്ളിലുണ്ടായിരുന്ന മറ്റൊരു ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് ഇത് ഇട്ടോളാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും ലൂന് ഇഷ്ടപ്പെടുകയില്ല എന്ന രീതിക്കൊക്കെ ആയിരുന്നു ആ സ്ത്രീയും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ലൂവും ഈ ഒരു ഡ്രസ്സ് കാണുവാൻ നല്ല ഭംഗിയുണ്ട്, നീ ഇതിട്ടാൽ മതി എന്നൊക്കെ അവരോടും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. പണ്ട് ഞാൻ ഇവനെ സ്നേഹിച്ച സമയത്ത് എന്റെ വീട്ടുകാർക്ക് അതിനോട് ഒട്ടും തന്നെ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇരുട്ടു മുറിയിലൊക്കെ അവർ അടച്ചിട്ടിട്ടുണ്ട്. എനിക്കും അന്ന് ഒരുപാട് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാകട്ടെ ചെറിയ മെഴുകുതിരി വെട്ടത്തിലൊക്കെ ഇരുന്നിട്ട് ഇവനെക്കുറിച്ച് ഓർക്കുകയും അങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളുടെ ബന്ധത്തേക്ക് എതിർത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഷെന്നും അവരുടെ അടുത്തേക്ക് ചോദിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടായിരുന്നു എന്ന രീതിക്കുള്ള കാരണം ഒന്നും തന്നെ അവർക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരും തന്നോട് തന്നെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു. പിന്നീട് അവർ ഉറങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡും ശരിക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പറയുകയാണ്. പണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചിരുന്ന സമയത്ത് അവനും പഠിക്കുവാനായിട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് അവളെയും കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ തിരിച്ചു വരികയില്ല എന്നൊക്കെ ആയിരുന്നു അവളുടെ പേരൻസ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്നൊക്കെ ആയിരുന്നു അവനും കരുതിയത്. എങ്കിൽ പോലും അവൻ പോകുന്നതിന്റെ അന്നത്തെ ദിവസം അവളും അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അവന് വേണ്ടി ഒരു ടവലൊക്കെ കൊടുത്തിട്ട് എന്നും അവന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെ അവനോടും പറഞ്ഞു. പിന്നീട് അവനും പോയ സമയത്ത് പല പല സ്ഥലത്ത് മാറി മാറിയൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടൊന്നും തന്നെ അവന് സാധിച്ചില്ല. മാത്രമല്ല ഒരുപാട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ മരിച്ചുപോയെന്ന് നാട്ടുകാരെല്ലാവരും തന്നെ വിശ്വസിക്കുകയും അവളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ എത്തിയപ്പോഴത്തേക്കും അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യമാണ് അവനും മനസ്സിലാക്കിയത്. പിന്നീട് അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അവനും മറ്റൊരു നാട്ടിലൊക്കെ പോയി താമസിച്ചു. ആ ഒരു സമയത്ത് അവൻ അവിടെ നിന്നും മെഡിസിനൊക്കെ പഠിച്ചിട്ട് ചൈനീസ് ഡോക്ടറുമായി. പിന്നീട് 4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവൾക്ക് അൽഷിമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന കാര്യം ഞാനും മനസ്സിലാക്കിയത്. അവളുടെ ഹസ്ബൻഡ് ഒക്കെ മരിച്ചിട്ട് ഒരുപാട് വർഷമായതാണ്. അവൾക്കും കുട്ടികളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല അവളെ നോക്കുവാനായിട്ടും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ റിലേറ്റീവ്സ് തന്നെ ആയിരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചു. എങ്കിൽ പോലും അവൾക്ക് എന്നെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്തായിട്ട് അവൾ എന്നെ പോലും മറന്നുപോയി. മാത്രമല്ല 2 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ ദിവസവും അവൾ വിവാഹത്തിന് വേണ്ടിയൊക്കെ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ മനസ്സിൽ ഞാൻ ഇതുവരെയായിട്ടും നാടൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും വിവാഹം കഴിക്കുവാനായിട്ടാണ് അവളും കാത്തിരിക്കുന്നതെന്നൊക്കെ ഡോക്ടറും തുറന്നു പറയുന്നു. സിയോ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ക്വിന്നും ഫുഡ് കഴിക്കുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ ഓർഡർ ചെയ്ത ഫുഡൊന്നും എത്താത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൻ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ അവൾ കൂടി കഴിക്കുന്നു. അവൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത് നല്ലതാണെന്നൊക്കെ അവൾ പറയുകയും അവളും നന്നായി കുക്ക് ചെയ്യുമെന്നൊക്കെ അവനെ അറിയിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നാൽ അടുത്ത തവണ നമുക്ക് ഒന്നിച്ചു പോയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചാലോ എന്നൊക്കെ അവനും അവളുടെ അടുത്തേക്ക് ചോദിക്കുന്നു. അതൊക്കെ പോട്ടെ, ലോങ്ഷനും എവിടെ പോയെന്നൊക്കെ ക്വിൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ ഹാങ്ങിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു ചൈനീസ് ക്ലിനിക്കൊക്കെ അന്വേഷിച്ച് അവർ പോയിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാം തന്നെ സിയുവും അവളുടെ അടുത്തൊക്കെ പറയുന്നത്. ഞാനും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഹ്വാങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ചൈനീസ് മെഡിസിന്റെ ഒക്കെ മണം എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അതൊരു ടോണിക് ആണെന്നൊക്കെ ആയിരുന്നു ഹ്വാങ്ങിന്റെ വൈഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കള്ളമാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായതാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവർ എന്റെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും ആ ഒരു മെഡിസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ നമുക്കും അത് വളരെ ഗുണകരമായിരിക്കുമെന്ന രീതിക്കൊക്കെ ക്വിന്നും സംസാരിക്കുന്നു. ആ ഒരു സീനൊക്കെ അവിടെ കൊണ്ട് കട്ട് ചെയ്തതിനു ശേഷം ഇന്റർവ്യൂ സെക്ഷനൊക്കെ കാണിക്കുകയാണ്.
ഈ ഒരു സമയത്ത് ഷെന്നിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഷെന്നും ഒരു കാര്യമൊക്കെ തുറന്നു പറയുകയാണ്. ജീവിതത്തിൽ പ്രണയമല്ല ഏറ്റവും വലിയ കാര്യമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. നമ്മളും പ്രണയത്തെയൊക്കെ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ലൈഫിൽ ഒന്നും തന്നെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അടുത്ത് ഞാൻ രണ്ടുപേരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പ്രണയത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നും അവർ ഒന്നിക്കുകയും ചെയ്തതെല്ലാം തന്നെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് പോലും മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഷെൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ലു പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിലും സന്തോഷമുള്ള മറ്റൊരു കാര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് 2014 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. ലോവും ഷെന്നിന് വേണ്ടിയിട്ട് ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്കും അത് ഗിഫ്റ്റ് എന്ന രീതിക്കൊക്കെ കൊടുക്കുകയാണ്. അവൾക്കും അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് 2024 കാണിക്കുന്നു. സിയുവും ക്വിനും കൂടി ഒരു മിഷന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹ്വാങ് ഉള്ളത് ഹോസ്പിറ്റലിലേക്കാണല്ലോ. അങ്ങനെ ഇരിക്കെ ഹ്വാങ് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ഒക്കെ കളയുവാനായിട്ട് ഹ്വാങ്ങിന്റെ വൈഫും വരുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ ആ ഒരു വേസ്റ്റ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ക്വിന്നും ഉള്ളത്. അങ്ങനെ ഹ്വാങ്ങിന്റെ വൈഫ് കളഞ്ഞിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ കൃത്യമായി തന്നെ അവർക്ക് കിട്ടുകയാണ്. മാത്രമല്ല അതിന്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായെന്നൊക്കെ ഇവർക്കും മനസ്സിലാകുന്നു. സോ ഇതുപോലെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളെയൊക്കെ എനിക്കും അറിയാം. നമുക്കിതൊക്കെ അയാളെ കാണിച്ചു നോക്കാം. അയാൾക്കും നമ്മളെ ഏതെങ്കിലും രീതിക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ സിയുവും പറയുന്നു. ഇപ്പോൾ അവർ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുകയല്ലേ. ഇതിൽ നിന്നും എന്തെങ്കിലും തെളിവൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നീയും അത് ലൂവിനെ അറിയിക്കണം. ഷെൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഷോ ഒക്കെ നടത്തുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്കും അവളെ സഹായിച്ചേ മതിയാകൂ എന്നൊക്കെ ക്വിന്നും പറയുന്നു. എന്തായാലും ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ച് തീർത്തതിന് ശേഷം ഷെനും ലൂവും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഒരു പ്രോഗ്രാം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ആയിരുന്നു ഹാങ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് കോമ്പൻസേഷൻ ഒക്കെ നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണെങ്കിൽ പോലും അവൻ വലിയൊരു തുകയൊക്കെയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയിക്കില്ല. നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കൊക്കെ ഷെൻ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഡോക്ടറും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷെന്നിനെയും അറിയിക്കുന്നു. ഒരു വർഷം മുമ്പ് ഹ്വാങ്ങിന് വലിയൊരു പനിയും ചുമയും ജലദോഷവും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനായിരുന്നു അവനെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അത് കുറയാതൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു അവൻ ഈ ഒരു അസുഖം ഉണ്ടെന്നുള്ള സത്യം ഞാനും മനസ്സിലാക്കിയത്. പിന്നീട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഹ്വാങ്ങിന്റെ വൈഫ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ആ ഒരു സമയത്ത് നിങ്ങൾ അവനെ ഒരുപാട് ബുള്ളി ചെയ്യുന്നുണ്ടെന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിച്ചത്. സോ കോമ്പൻസേഷൻ കിട്ടുകയില്ല എന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ നല്ല വ്യക്തികളാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹ്വാങ്ങിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൊടുക്കുന്ന മരുന്നിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ അവരെയും ഏൽപ്പിക്കുകയാണ് ഡോക്ടറും. ഇനി എപ്പോഴെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതുവഴിയെ വരണമെന്നൊക്കെ അവരോടും ഡോക്ടർ പറയുന്നു. അവര് പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു വീടിന് വെളിയിലായിട്ട് തന്നെ ഹാങ്ങിന്റെ സഹോദരൻ ഉറങ്ങിയൊക്കെ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. എങ്കിൽ പോലും അവനെ ഉണർത്താതെയൊക്കെയാണ് അവരും പോകുന്നത്. ഷെനലും ഇപ്പോൾ തിരിച്ച് റിസോർട്ടിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ കിന്നും അവർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഹ്വാങ്ങിനെ ചികിത്സിച്ച ഡോക്ടറിനെയൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. അവന് നേരത്തെ തന്നെ അസുഖമൊക്കെ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽസും അയാൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമുക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയാലോ എന്ന് ഷെൻ ചോദിക്കുമ്പോഴത്തേക്കും കിന്നും അത് തന്നെയാണ് കൂടുതൽ നല്ലത്. ഞാനും ഹ്വാങ്ങിന്റെ വൈഫുമായിട്ടൊക്കെ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.